ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ പറ്റി നമുക്ക് പഠിക്കുമ്പോൾ അതിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡൻസ് ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ സാധാരണയായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ എന്താണ് സാധാരണയായിട്ട് സംഭവിക്കുക? അതെ, റിയാക്ഷൻ്റെ റേറ്റ് കൂടും, അല്ലെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, മിക്കവാറും എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുകയും അതുവഴി റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടുകയും ചെയ്യുന്നു. ജനറലായി പറയുകയാണെങ്കിൽ, ഫോർ എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ബൈ 10 degree, the rate constant is nearly doubled. മിക്കവാറും കെമിക്കൽ റിയാക്ഷനുകളുടെ ടെമ്പറേച്ചർ ഏകദേശം 10 ഡിഗ്രി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവയുടെ റേറ്റ് കോൺസ്റ്റൻറ്റ് നേരെ ഡബിളായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത്രത്തോളം ടെമ്പറേച്ചറിന് റോളുണ്ട് എന്തിൽ? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നതിൽ. അത് നമ്മളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. സാധാരണയായിട്ട് ലാബുകളിൽ ചെയ്യുന്ന മിക്ക കെമിക്കൽ റിയാക്ഷനുകളിലും നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ടും സാധിക്കും. 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഡീകമ്പോസിഷൻ ഓഫ് N2O5. N2O5ൻ്റെ ഡീകമ്പോസിഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 50 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഡീകമ്പോസിഷൻ നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള N2O5യുടെ എമൗണ്ടിൻ്റെ ഹാഫ് ആകുന്നതിന്, ഡീകമ്പോസിഷൻ നടന്ന N2O5ൻ്റെ ഹാഫ് ആകുന്നതിന് 50 ഡിഗ്രി സെൽഷ്യസിൽ 12 മിനിറ്റ്സ് ടൈമാണ് എടുക്കുക. എന്നാൽ ഈ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലോ 5 hours എടുക്കുന്നു ഈ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട്. എന്നാൽ ഈ ഒരു റിയാക്ഷൻ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുന്നതെങ്കിലോ ഏകദേശം 10 days എടുക്കും ഡീകമ്പോസിഷൻ ഓഫ് N2O5 സംഭവിക്കുന്നതിന്. ഇതിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഡീകമ്പോസിഷൻ റേറ്റ് അതോടൊപ്പം തന്നെ റേറ്റ് കോൺസ്റ്റൻറ്റും കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യുമ്പോൾ അതിൽ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ടെമ്പറേച്ചറിൽ കൂടുതൽ സ്പീഡിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. എന്തായിരിക്കും അതിന് കാരണം? അതെ, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന റിയാക്റ്റൻറ്റിലുള്ള ആറ്റംസോ മോളിക്യൂൾസോ അയോൺസോ കൂടുതൽ കൈനറ്റിക് എനർജി അക്വയർ ചെയ്യുകയും അത് കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യുകയും കൊളീഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ വളരെ വേഗത്തിൽ നടക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ലാബിൽ ചെയ്യുന്ന ഒരു വോളിമെട്രിക് അനാലിസിസ് ആണ് ദ മിക്സ്ചർ ഓഫ് KMnO4 ആൻഡ് ഓക്സാലിക് ആസിഡ്. അതായത് ഒരു മിക്സ്ചർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഓക്സാലിക് ആസിഡും തമ്മിലുള്ള ഒരു റിയാക്ഷൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു വയലറ്റ് കളറിലുള്ള ഒരു സൊല്യൂഷനാണ്. ഓക്സാലിക് ആസിഡ് ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനുമാണ്. ഈ റിയാക്ഷൻ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ KMnO4ൻ്റെ ഡീകളറൈസേഷൻ, KMnO4ൻ്റെ പിങ്ക് കളർ അല്ലെങ്കിൽ വയലറ്റ് കളറിൻ്റെ ഡീകളറൈസേഷൻ സാധാരണ സംഭവിക്കുന്നത് ഓക്സാലിക് ആസിഡ് നല്ല ചൂടാക്കിയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ്. ചൂടാക്കി ഓക്സാലിക് ആസിഡിനെ ആഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ KMnO4ൻ്റെ പിങ്ക് കളറ് ഡീകളറൈസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് ചൂടില്ലാതെ, അതായത് ലോവർ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ ചെയ്യുന്നതെങ്കിലോ വളരെയധികം സമയം എടുത്തുകൊണ്ട് ശേഷം മാത്രമേ KMnO4 ഡീകളറൈസേഷൻ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള 2 എക്സാമ്പിൾസും നമുക്ക് തരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്തോറും കെമിക്കൽ റിയാക്ഷനുകളുടെ റേറ്റ് കൂടുന്നു എന്നാണ്. ഓർക്കണം, എന്താണ്? ഫോർ എ കെമിക്കൽ റിയാക്ഷൻ there is an increase of temperature by 10 degree, the rate constant is nearly doubled. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 10 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് ഏകദേശം ഡബിളായിട്ട് മാറുന്നു. അത്രയും റേറ്റിൽ വ്യത്യാസമുണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടുന്നു എന്ന റിലേഷനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഒരു പഠനം നടത്തിയത് JH വാൻ ഹോഫ് എന്ന ഒരു ഡച്ച് സയൻറ്റിസ്റ്റാണ്. എന്നാൽ അതിനൊരു കൃത്യമായ
ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ കൊടുത്തത് ഒരു സ്വീഡിഷ് കെമിസ്റ്റ് ആയിട്ടുള്ള അറീനിയസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അറീനിയസ് എന്ന് പറയുന്ന സ്വീഡിഷ് കെമിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. അതിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനെയാണ് അറീനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അറീനിയസ് ഇക്വേഷൻ? ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് എ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അറീനിയസ് ഇക്വേഷൻ. അതായത് ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ദ റേറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് റേറ്റ് കോൺസ്റ്റൻറ്റിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഈ അറീനിയസ് ഇക്വേഷൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എന്താണ് ഈ അറീനിയസ് ഇക്വേഷൻ നോക്കൂ. അറീനിയസ് ഇക്വേഷൻ എന്നുള്ളത് K ഈസ് ഈക്വൽ ടു AE റേസ് ടു മൈനസ് EA ബൈ RT. അറീനിയസ് ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു AE റേസ് ടു മൈനസ് EA ബൈ RT. ഈ ഇക്വേഷനിലെ K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റിനെ സൂചിപ്പിക്കുന്നു. A എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ അറീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രീ എക്സ്പോണൻറ്റ് ഫാക്ടർ. ഇത് ഓരോ റിയാക്ഷനും ഈ ഒരു അറീനിയസ് ഫാക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇക്വേഷൻ ഒന്നുകൂടെ നോക്കാം. K ഈസ് ഈക്വൽ ടു AE റേസ് ടു മൈനസ് EA ബൈ RT. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എക്സ്പോണൻറ്റ് ഓഫ് മൈനസ് EA ബൈ RT. എന്താണ് EA എന്ന് പറയുന്നത്? EA റെപ്രസെൻറ്റ്സ് ദ ആക്ടിവേഷൻ എനർജി ഇൻ ജൂൾ പെർ മോൾ. ഈ ഒരു റിയാക്ഷൻ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആക്ടിവേഷൻ എനർജിയാണ് EA എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് EA. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ് അതിൻ്റെ വാല്യൂ. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ് ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ T റെപ്രസെൻറ്റ്സ് ടെമ്പറേച്ചർ. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറീനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓർക്കണം, അറീനിയസ് ഇക്വേഷൻ gives a quantitative relation between the rate constant K and the temperature T. അറീനിയസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അറീനിയസ് ഇക്വേഷൻ എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിലേഷനാണ് അറീനിയസ് ഇക്വേഷൻ തരുന്നത്. ഇത്തരത്തിൽ അറീനിയസ് ഇക്വേഷൻ എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെ കൺസിഡർ ചെയ്യാം. അറീനിയസ് ഇക്വേഷനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അറീനിയസ് തിയറി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അറീനിയസ് തിയറി എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ദാറ്റ് ഫോംഡ് ത്രൂ an intermediate or an activated complex. അറീനിയസിൻ്റെ തിയറി അനുസരിച്ചിട്ട് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം റിയാക്റ്റൻറ്റുകൾ അല്ലെങ്കിൽ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ കൊളീഷൻ നടന്നുകൊണ്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു അല്ലേ? എന്നാൽ അറീനിയസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് റിയാക്റ്റൻസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം അങ്ങനെ എക്സിസ്റ്റ് ചെയ്തതിന് ശേഷം അത് പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഇതാണ് അറീനിയസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് പറയാം അറീനിയസ് തിയറി എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ പ്രൊഡക്ട്സ് ആർ ഫോംഡ് ത്രൂ the formation of an intermediate or activated complex. ഇതിനെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കൂ. ഹൈഡ്രജൻ ഗ്യാസും അയഡിൻ ഗ്യാസും കമ്പൈൻ ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ അയഡൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ 1 molecule of hydrogen gas undergo reaction with
1 molecule of iodine and form 2 molecules of hydrogen iodide gas. Arrhenius theory പ്രകാരം എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്ന് നോക്കൂ. ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ, അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് H2, H bond H. 1 molecule of hydrogen reacts with 1 molecule of iodine. അതായത് ഹൈഡ്രജൻ മോളിക്യൂളും അയഡിൻ മോളിക്യൂളും തമ്മിൽ കൊളീഷൻ സംഭവിക്കുന്നു, അവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു ഇൻ്റർമീഡിയേറ്റ് ഫോം ചെയ്യുന്നു. ഇൻ്റർമീഡിയേറ്റ് എങ്ങനെയാണെന്ന് നോക്കൂ. ഹൈഡ്രജനും അയഡിനും തമ്മിലുള്ള ബോണ്ടിങ് കാണിച്ചിരിക്കുന്നത് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നവയാണ് ഇൻ്റർമീഡിയേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒരു മോളിക്യൂൾ ഹൈഡ്രജനും ഒരു മോളിക്യൂൾ അയഡിനും തമ്മിൽ കൊളീഷൻ നടന്നുകൊണ്ട് ഒരു ഇൻ്റർമീഡിയേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം എക്സിസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കൂ, ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജൻ അയഡൈഡിൻ്റെ 2 മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. അതിൻ്റെ ഫലമായിട്ട് 2 molecules of hydrogen iodide is obtained as the product. ഇത്തരത്തിലാണ് അറീനിയസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവിടെ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന് ആവശ്യമായ എനർജിയെ ആണ് ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. The energy needed for the formation of intermediate is known as activation energy or EA. നമ്മൾ അറീനിയസ് ഇക്വേഷനിൽ EA എന്ന് പറഞ്ഞ ടേം കണ്ടിരുന്നു. എന്താണ് EA? EA represents activation energy. എന്താണ് activation energy? The energy needed for the formation of this activated complex അല്ലെങ്കിൽ intermediate is known as activation energy. റിയാക്ടൻ്റ് മോളിക്യൂൾസിന് ഒരു എക്സ്ട്രാ എനർജി കിട്ടിയാൽ മാത്രമേ റിയാക്ടൻ്റ് മോളിക്യൂൾസ് കുറച്ചുകൂടെ ഇഫക്റ്റീവായി കൊളീഷൻ നടക്കുകയും ഇൻ്റർമീഡിയേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുകയും ചെയ്യുള്ളൂ. ആ ഒരു എനർജിയാണ് ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ EA എന്ന് സൂചിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. അറീനിയസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പഠിക്കാം. അതിനായിട്ട് നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെ ഉപയോഗിക്കാം. ഇവിടെ റിയാക്ഷൻ കോർഡിനേറ്റും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ പ്ലോട്ട് ചെയ്തിട്ടൊരു ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു കർവ് രൂപത്തിലുള്ളൊരു ഗ്രാഫാണ്. നോക്കൂ എന്താണെന്ന്. ഈ ഒരു ഗ്രാഫിൽ പ്രധാനമായിട്ടും 3 പോയിന്റുകളാണ് കാണാൻ സാധിക്കുക, A, B ആൻഡ് C. A എന്ന് പറയുന്നത് നമ്മുടെ റിയാക്റ്റൻസ് ആയിട്ടുള്ള ഹൈഡ്രജനും അയഡിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. റിയാക്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ റിയാക്ഷൻ തുടങ്ങുന്ന സമയത്തുള്ള ഹൈഡ്രജൻ്റെയും അയഡിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയാണ് A എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ A എന്ന് പറയുന്ന പോയിന്റിലിരിക്കുന്ന ഹൈഡ്രജൻ മോളിക്യൂളും അയഡിൻ മോളിക്യൂളും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ആക്ടിവേഷൻ എനർജി എക്വയർ ചെയ്തുകൊണ്ട് ഇവർ ഇഫക്റ്റീവായിട്ടുള്ള കൊളീഷൻസ് നടക്കുകയും ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ടുള്ള C ഫോം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് കാണാനായിട്ട് സാധിക്കും ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജി റിയാക്ടൻ്റെ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ ഒരുപാട് കൂടുതലാണ്. അതിനുശേഷം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുകയും ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയേറ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ അവ വീണ്ടും എനർജി കുറഞ്ഞ് എന്തായിട്ട് മാറുന്നു? നമ്മുടെ പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഹൈഡ്രജൻ അയഡൈഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടു കൺവേർട്ട് റിയാക്ടൻസ് ഇൻ ടു പ്രൊഡക്റ്റ് ദേ ഹാവ് ടു ക്രോസ് ആൻ എനർജി ബാരിയർ ആൻഡ് അച്ചീവ് ത്രഷോൾഡ് എനർജി. ഇവിടെ റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റായി മാറുന്നതിന് റിയാക്റ്റൻസിന് ഒരു എനർജി ബാരിയർ ക്രോസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ റിയാക്റ്റൻസിന് ഈ ഒരു എനർജി ബാരിയറിനെ ക്രോസ് ചെയ്ത് കടന്നുകൊണ്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിനും പിന്നീട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിനും സാധിക്കുകയുള്ളൂ. ഈ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് എനർജി. The threshold energy is the minimum energy which is required for the colliding molecules to give an effective collision.
നമ്മുടെ റിയാക്റ്റൻസിന് ഇഫക്റ്റീവായിട്ടുള്ള കൊളീഷൻ നൽകാൻ സാധിക്കണമെങ്കിൽ അവയ്ക്ക് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കണം. ആ എനർജിയെയാണ് ത്രഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. ഈ ത്രഷോൾഡ് എനർജി ഉള്ള നമ്മുടെ റിയാക്റ്റൻസ് ഇഫക്റ്റീവ് കൊളീഷൻ നടക്കുകയും അവ കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള കൊളീഷൻ നടക്കുകയും ഇവ ആക്ടിവേഷൻ എനർജി അബ്സോർബ് ചെയ്യുകയും, അതായത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി എത്തുകയും അതിനുശേഷം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ചേഞ്ച് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് അറീനിയസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്. എ എന്ന് പറയുന്ന റിയാക്റ്റിൻ്റെയും ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെയും എനർജിയുള്ള ഡിഫറൻസ് നോക്കൂ. എ എന്ന് പറയുന്ന റിയാക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കുറവാണ് പ്രൊഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇവ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് ഡെൽറ്റ എച്ച്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് ദാറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും അതുമായി ബന്ധപ്പെട്ട് അറീനിയസ് ഇക്വേഷനും വഴി ഒരു അറീനിയസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കെമിക്കൽ റിയാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ എല്ലാ മോളിക്യൂൾസിനും ഒരേ കൈനറ്റിക് എനർജി ആകണമെന്നൊരു നിർബന്ധമില്ല, അല്ലെങ്കിൽ ഒരേ കൈനറ്റിക് എനർജി ആവില്ല എന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്ലോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാഫ് ഉണ്ട്. അതാണ് കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു റിയാക്റ്റൻറ്റ് മിക്സ്ചറിൽ ഉള്ള മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്ലോട്ടാണിത്. ഈ പ്ലോട്ടിനെയാണ് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ കർവ് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജിയും ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും തമ്മിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്റ്റൻസിൽ എത്ര ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന് ഓരോ തരത്തിലുള്ള കൈനറ്റിക് എനർജി ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഈ ഗ്രാഫ് ഒരു കർവായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? വളരെ കുറച്ച് റിയാക്റ്റൻറ്റ് സ്പീഷീസിന് വളരെ കുറവ് കൈനറ്റിക് എനർജി ആയിരിക്കും. അതുപോലെ തന്നെ വളരെ കുറച്ചെണ്ണത്തിന് മാത്രം വളരെ കൂടിയ കൈനറ്റിക് എനർജിയും ആയിരിക്കും. എന്നാൽ ഈ കർവിൽ മാക്സിമം ആൾക്കാർ കാണിക്കുന്ന ഒരു കൈനറ്റിക് എനർജി ഉണ്ട്, അല്ലെങ്കിൽ മാക്സിമം മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ആ കൈനറ്റിക് എനർജിയാണ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുന്നത്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ വളരെ കുറച്ച് റിയാക്റ്റൻസിന് മാത്രമേ വളരെ കുറവ് കൈനറ്റിക് എനർജിയും വളരെ കൂടുതൽ കൈനറ്റിക് എനർജിയും ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ ആൾക്കാർക്കും, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്റ്റൻസിലെ കൂടുതൽ റിയാക്റ്റൻസിനും ഒരു ആവറേജ് കൈനറ്റിക് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനെയാണ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കർവിൻ്റെ ഏരിയ കാണിച്ചിരിക്കുന്നത് ഇത്രയും റിയാക്റ്റൻസിന് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയുള്ള റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ആണ് എന്ത് ചെയ്യുന്നത്? കൊളീഷന് വിധേയമാവുകയും പ്രോഡക്റ്റ് നൽകുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്കറിയാവുന്ന പോലെ തന്നെ മോളിക്യൂൾസിന് ഒരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി അക്വയർ ചെയ്തുകൊണ്ട് ആക്ടിവേഷൻ എനർജിയിലെത്തുകയും അവ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുകയും പിന്നീട് പ്രൊഡക്റ്റായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ നമ്മളൊരു 10 ഡിഗ്രി കൂട്ടുകയാണെന്ന് വിചാരിക്കുക. എന്താണ് സംഭവിക്കുക? അവിടെ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസിന് ആക്ടിവേഷൻ എനർജി കുറയുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആയിട്ടുള്ള മോളിക്യൂൾസും മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി അക്വയർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന് നോക്കൂ, ഈ പ്ലോട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് പറഞ്ഞൊരു പ്ലോട്ട് നമ്മൾ വീണ്ടും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലെ ഗ്രാഫാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ സൂചിപ്പിച്ചിരിക്കുന്നത് ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ എത്ര ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് റിയാക്ട് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? റിയാക്ട് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം
കൂടി. കാരണം എന്തുകൊണ്ടാണ്? ആക്ടിവേഷൻ എനർജി കുറവായിട്ട് കാണപ്പെടുന്നു. ഇത്തരത്തിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ മോളിക്യൂൾസും റിയാക്ഷനിൽ പങ്കെടുക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലോട്ടാണ് മാക്സ്വെൽസ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. The rise in temperature of a substance increases the fraction of molecules that collide with energies more than activation energy EA. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെമ്പറേച്ചർ കൂട്ടുന്തോറും ഒരു റിയാക്ഷൻ മിക്സ്ചറിലുള്ള റിയാക്റ്റൻസിൻ്റെ കൊളീഷൻ കൂടുകയും കൂടുതൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറീനിയസ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? K ഈസ് ഈക്വൽ ടു AE റൈസ് ടു മൈനസ് EA/RT. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ കാണിക്കുന്ന ഇക്വേഷനാണ് അറീനിയസ് ഇക്വേഷൻ എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. A എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് വിളിക്കാം. എന്താണ് ഈ മൈനസ് EA/RT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൈനസ് EA/RT that represents the fraction of molecules which are having kinetic energy more than activation energy. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്റ്റൻ സ്പീഷീസിൽ ഉള്ള മോളിക്യൂൾസിൽ ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസ് എത്രത്തോളം ഉണ്ടോ ആ ഒരു ഫ്രാക്ഷനെയാണ് മൈനസ് EA/RT എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ഓർക്കണം, മൈനസ് EA/RT represents the fraction of molecules that have kinetic energy more than activation energy. നമുക്കറിയാവുന്ന പോലെ തന്നെ ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസ് ആണ് എന്ത് ചെയ്യുക? ഇഫക്റ്റീവ് ആയിട്ടുള്ള കൊളീഷൻ നടക്കുകയും പ്രൊഡക്റ്റ് ഫോർമേഷൻ വളരെ പെട്ടെന്ന് സാധ്യമാക്കുകയും ചെയ്യുന്നത് അല്ലേ? ആ ഒരു ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനെയാണ് മൈനസ് EA/RT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അറീനിയസ് ഇക്വേഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ln(k) ഈസ് ഈക്വൽ ടു ln(k) k എന്ന് പറഞ്ഞ ടേമിന് നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ln(k) ഈസ് ഈക്വൽ ടു, ഇനി AE റൈസ് ടു മൈനസ് EA/RT എന്ന് പറഞ്ഞ ടേമിനും നമ്മൾ നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ln(a) പ്ലസ് മൈനസ് EA/RT എന്ന് സൂചിപ്പിക്കാം. ln(a) എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? സോ ln(a) പ്ലസ് മൈനസ് EA/RT. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ln(a) മൈനസ് EA/RT എന്ന് എഴുതാനായിട്ട് സാധിക്കും. പ്ലസ് മൈനസ് മൈനസ് ആണ് അല്ലേ? ഇതിനെ തന്നെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം ln(k) ഈസ് ഈക്വൽ ടു മൈനസ് EA/RT പ്ലസ് ln(a). ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ ഓഫ് ദ ഫോം y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. നമുക്കറിയാം y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ളത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇപ്പോൾ ln(k) ഈസ് ഈക്വൽ ടു മൈനസ് EA/RT പ്ലസ് ln(a) എന്നുള്ളതിനെ y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ജനറൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലോട്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കും. നോക്കൂ, ഈ ഇക്വേഷനിൽ y എന്ന് പറയുന്നത് എന്താണ്? y എന്നുള്ളത് ln(k) ആണ്. x എന്ന് പറയുന്നത് 1/t ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. 1/t വേഴ്സസ് ln(k) എന്ന ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ സ്ലോപ്പ് മൈനസ് EA/RT ആണ്, മൈനസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് EA/R. ഈ ഒരു പ്ലോട്ട് y ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ln(a). സോ ln(a) റെപ്രസെൻറ്റ്സ് ദ ഇൻ്റർസെപ്റ്റ്. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു നാച്ചുറൽ ലോഗരിതം ടേംസിലാണ് ഇരിക്കുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ ലോഗരിതത്തിലുള്ള ഇക്വേഷനെ നമ്മൾ log to the base 10 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ln(k) എന്നുള്ളതിനെ
ലോഗ് കെ ആക്കിയിട്ട് മാറ്റി എഴുതാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. ലോഗ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ടി പ്ലസ് ലോഗ് എ എന്ന് സൂചിപ്പിക്കാവുന്നതാണ്. ഇത് അറീനിയസ് ഇക്വേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫോമാണ്. ഇത്തരത്തിൽ നമുക്ക് അറീനിയസ് ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അറീനിയസ് ഇക്വേഷൻ്റെ ലോഗരിതം ഫോം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ലോഗ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ഡിവൈഡ് ബൈ 2.303 ആർ ടി പ്ലസ് ലോഗ് എ എന്നതാണ് അറീനിയസ് ഇക്വേഷൻ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ലെറ്റ് K1 and K2 are the rate constants at T1 and T2. T1 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിലെ ഒരു കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് K1 എന്നും ആ റിയാക്ഷൻ തന്നെ T2 ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോഴുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് K2 എന്നും നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷനെ? ദെൻ വി ക്യാൻ റൈറ്റ് ലോഗ് K1 ഇസ് ഈക്വൽ ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ടി 1 പ്ലസ് ലോഗ് എ. ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. T1 ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് K1 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേത് T2 ടെമ്പറേച്ചർ ആണെങ്കിൽ ലോഗ് K2 ഇസ് ഈക്വൽ ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ടി 2 പ്ലസ് ലോഗ് എ എന്ന് സൂചിപ്പിക്കാം. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം. ഇനി ഈ ഇക്വേഷനും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് we can write equation 2 minus 1. ഇക്വേഷൻ 2 മൈനസ് 1 ഒന്ന് ചെയ്യാം. എന്ത് വരുമെന്ന് നോക്കൂ. ആദ്യം എൽ എച്ച് എസും അതിനുശേഷം ആർ എച്ച് എസും, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് എഴുതാം ലോഗ് K2 മൈനസ് ലോഗ് K1 ഇസ് ഈക്വൽ ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ടി 2 പ്ലസ് ലോഗ് എ. ഇതാണ് ഇക്വേഷൻ 2 അല്ലേ. 2 മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ടി 1 പ്ലസ് ലോഗ് എ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇവിടെ ലോഗ് എയും കോമൺ ആണ്. രണ്ട് ഇക്വേഷൻ 2ലും ഇക്വേഷൻ 1ലും ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ 2.303 ആർ ടി 2 പ്ലസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ടി 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ലോഗ് K2 മൈനസ് ലോഗ് K1. നമുക്കറിയാവുന്ന ഒരു ജനറൽ ഫോം ഉണ്ട്, ലോഗ് എ മൈനസ് ലോഗ് ബി. എങ്ങനെയാണ് സൂചിപ്പിക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതൊന്ന് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലോഗ് K2 മൈനസ് ലോഗ് K1 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് K2 ബൈ K1 ഈസ് ഈക്വൽ ടു, നോക്കൂ ഇവിടെ ഇക്വേഷൻ എങ്ങനെയാണ്? മൈനസ് ഇ എ ഡിവൈഡ് ബൈ 2.303 ആർ ടി 2 പ്ലസ് ഇ എ ബൈ 2.303 ആർ ടി 1. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ടേം ഏതാണ്? ഇ എ ഡിവൈഡ് ബൈ 2.303 ആർ എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ടേം ആണ് അല്ലേ. അതിനെ നമുക്ക് പുറത്തെടുക്കാം. സോ ഇ എ ബൈ 2.303 ആർ എന്ന് പറഞ്ഞ കോമൺ ഫാക്ടർ നമ്മൾ പുറത്തെടുത്തു. ബാക്കി എന്താണുള്ളത് നോക്കൂ. 1/T1 മൈനസ് 1/T2 എന്ന് സൂചിപ്പിക്കാം. ഒന്നുകൂടെ ഇതിനെ മോഡിഫൈ ചെയ്ത് എഴുതാം. ലോഗ് K2 ബൈ K1 ഈസ് ഈക്വൽ ടു ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ.
ഇവിടെ LCM എടുക്കാം. 1/T1 മൈനസ് 1/T2. LCM എടുക്കൂ. അപ്പം എന്ത് വരും? T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2. ഈ ഒരു ഇക്വേഷനാണ് അറീനിയസ് ഇക്വേഷൻ്റെ മറ്റൊരു മോഡിഫൈഡ് ഫോം. ദാറ്റ് ഈസ് log K2/K1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 T2. ഇത്തരത്തിൽ ഒരേ കെമിക്കൽ റിയാക്ഷൻ തന്നെ രണ്ട് ടെമ്പറേച്ചറുകളിൽ T1 T2 എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറുകളിൽ രണ്ട് വ്യത്യസ്ത റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള K1 K2 അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ T1 ആണെങ്കിൽ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് K1 എന്നും മറ്റൊരു ടെമ്പറേച്ചർ T2 ആ സമയത്തുള്ള റേറ്റ് കോൺസ്റ്റൻ്റ് K2 ആണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മളെ സഹായിക്കും. ഇത്രയുമാണ് അറീനിയസ് ഇക്വേഷനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.